ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ്. അപ്പോൾ ഗൗരി ഇതേ സാരിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേലക്കാരി അങ്ങോട്ടേക്ക് വന്നു. അവർ വന്ന് ഇങ്ങനെ എത്തി നോക്കുകയാണ് ഗൗരി എന്ത് ചെയ്യാണ്, റൂമിലുണ്ടോ എന്നറിയാനായിട്ട്. കുറേ നാളായി ഇവക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചതാ. ഇന്ന് നല്ലൊരു അവസരം തന്നെ ഒത്തുകിട്ടി. ഈ ചാരങ്ങാട്ടി വീട്ടിൽ ഒരു കൊച്ചമ്മ മതി. രാധാമണി കൊച്ചമ്മ, നിനക്ക് ഞാൻ ശരിയാക്കി പണി തരാടി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നേരെ താഴേക്ക് ഇറങ്ങിപ്പോയി, വെപ്രാളം പിടിച്ച് തന്നെ. എന്നിട്ട് നേരെ പോയി അടുക്കള ചെന്ന് വെളിച്ചെണ്ണ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഇതിൻ്റെ സ്റ്റെയറിൻ്റെ അവിടുത്തെ ആ നടയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. കമല ഇത് കണ്ടോണ്ടാണ് നിൽക്കുന്നത്. സംതിങ് ഫിഷിങ്, ശരിയാക്കി തരാം. എന്നിട്ട് കമല നേരെ അകത്തേക്ക് കയറിപ്പോയി കേട്ടോ ഇത് കണ്ടിട്ട്. അപ്പോൾ ഇവളിങ്ങനെ ഒഴിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ രാധാമണി വന്നു. അതെ, എന്തായി? നിന്നോട് പറഞ്ഞതുപോലെ തന്നെ നീ ചെയ്തിട്ടുണ്ടോ? നീ പടിയിൽ എണ്ണ ഒഴിച്ചോന്ന് ചോദിച്ചില്ലേ? കൊച്ചമ്മേ, ഈ കുപ്പി കണ്ടോ? ഇതിലുള്ള മുഴുവൻ എണ്ണയും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്ത് പണിയടി നീ കാണിച്ചത്? ആ എണ്ണ മുഴുവൻ പടിയിൽ ഒഴിച്ചു കളഞ്ഞോ? ഒരു 100 ഗ്രാം എണ്ണ ഒഴിച്ചാൽ പോരായിരുന്നോ? അവളൊന്ന് വീണാൽ പോരെ? ഇതേ കൊച്ചമ്മേ, ഒരു കാര്യം ചെയ്യുമ്പോൾ പെർഫെക്ഷൻ അതെനിക്ക് മസ്റ്റാട്ടോ. മേഡം പടിയിൽ തലയും കുത്തി താഴെ വീഴണമെങ്കിലേ എണ്ണയിൽ പിശുക കാണിക്കാൻ പാടില്ല. അതാ അവളുടെ 2 കാലും ഒടിഞ്ഞ് തൂങ്ങിയിരുന്നെങ്കിൽ വേണ്ടില്ല. കൊച്ചമ്മേ, ഇനി സമയം കളയണ്ട, വേഗം മേഡത്തിന് വിളിച്ചോ, പെട്ടെന്ന് വരാൻ പറ. വെപ്രാളത്തിൽ ഓടി വരുമ്പോൾ ശ്രദ്ധിക്കാതെ എണ്ണ ഒഴിച്ചിരിക്കുന്ന ആ പടിയിൽ മേഡം ചവിട്ടും. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ദാ കിടക്കുന്നു നോക്കി ചിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷം. അവളുടെ കാല് മാത്രം ഒടിഞ്ഞാൽ പോരാ, അവളുടെ സംസാരശേഷിയും കൂടി പോകണം. എൻ്റെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയെ, ഈ അവൾക്ക് കുറച്ച് കാലത്തേക്ക് നാക്കെടുക്കാൻ പറ്റാതെ ഒരൊറ്റ ഇരിപ്പിരുന്നതെങ്കിൽ എനിക്ക് വയ്യ. എനിക്കതൊന്ന് കണ്ടൊന്ന് ചിരിക്കണം, മനസ്സ് തുറന്നാം. അവൾ സംസാരശേഷി ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ അവൾക്കൊരു മണി വാങ്ങിച്ചു കൊടുക്കാം. എന്തിനാണെന്നറിയോ? ഇവിടുത്തെ അമ്മയും അവളും മാറി മാറി മണിയടിക്കുന്ന കണ്ട് ഞാൻ രസിച്ചിരിക്കൂട്ടോ എന്ന് പറഞ്ഞു. ആഹാ, എന്താ സന്തോഷം, നീ വാ എന്ന് പറഞ്ഞ് ഇവളെയും കൂട്ടിക്കൊണ്ട് പോവാണ്. കാഴ്ച കാണണമല്ലോ. അപ്പോൾ കമല നേരെ ശേഖരൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തിനാ നിങ്ങളെ അവൾ തിരക്കുന്നത്? ആരാ കമലെ? ആരാ നീ എന്നെ തിരക്കിയെന്ന് പറഞ്ഞേ? കമലെ, നിന്നോടാ ചോദിച്ചത്. എന്നെ ആരാടി തിരക്കിയത്? ആ ഗംഗ. ഗംഗയോ എന്ന് ചോദിച്ചു. എന്തോ ഗിഫ്റ്റ് തരണോ എന്തോ പറ്റോ പറയണ കേട്ടു. ഗിഫ്റ്റോ? എന്തൊട്ട് ഗിഫ്റ്റ്? എന്നാൽ പിന്നെ ഗംഗേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശേഖരനോടാണ്. കോഴി ശേഖരൻ്റെ കൈയാണോ കാലാണോ ഏതാണോ ഒടിയാൻ പോണത്? എൻ്റെ പൊന്ന് ശേഖരാ, വേഗം ചെല്ല് മോനെ ശേഖരാ, ചെല്ല്. അപ്പം ശേഖരൻ വെപ്രാളം പിടിച്ചങ്ങോട്ട് ചെന്നു. അപ്പോൾ ദേണ്ട രാധാമണി അങ്ങോട്ട് വന്നിട്ട് ഗൗരി ഗൗരി എന്ന് വിളിച്ചു. എന്താ അമ്മേ? നീ ഒന്ന് വേഗം ഒന്ന് ഇങ്ങോട്ട് വന്നേ. അമ്മേ, ഞാനിവിടെ ഒരു ജോലിയിലാണ്, അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു. അത്യാവശ്യമാണെന്ന് പറ. അത്യാവശ്യമാ, അല്ലെങ്കിൽ പിന്നെ നിന്നെ ഞാൻ വിളിക്കുമോ? പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ദാ വരുന്നു എന്ന് പറഞ്ഞു ഗൗരി. എന്നിട്ട് ഇവർ രണ്ടുപേരും അങ്ങ് മാറി നിന്നു കേട്ടോ. അപ്പോൾ ഗൗരി വരുമ്പോൾ വീഴണമല്ലോ. അപ്പം പെട്ടെന്ന് തന്നെ വരുന്നത് നമ്മുടെ മഹാദേവനാണ്. അപ്പം മഹാദേവൻ ഫോണും വിളിച്ച്, എടാ വാഷ് ഔട്ട് പിള്ളേ, കേരള രാഷ്ട്രീയത്തിൽ ഏത് കൊമ്പം വിചാരിച്ചാലും ഈ മഹാദേവനെ വീഴ്ത്താൻ പറ്റില്ലടോ മോനെ. മഹാദേവൻ വീഴില്ല എന്ന് പറഞ്ഞ് തീരല്ല, ദേ കിടക്കുന്നു, അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച് ദേണ്ട ബോധവും പോയി. ആശാൻ ദേ കിടക്കുന്നു നിലത്ത്. എന്താ പറയുക? അത് പിന്നെ എനിക്കറിയത്തില്ലേ. അങ്ങനെ ആരും വിചാരിച്ചാൽ എന്താണെങ്കിലും മഹാദേവൻ സാറിനെ വീഴ്ത്താൻ പറ്റുമോ? അയ്യോ പോയി. അപ്പോൾ രാധാമണിക്കും അവൾക്ക് ആകെ പ്രശ്നമായി. ഇനി എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം നമ്മുടെ മഹാദേവനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കഴുത്തിൽ ഒരു ബെൽറ്റൊക്കെ ഇട്ട് ദേ കൊണ്ടുവന്നിരുത്തിയിരിക്കണം. അപ്പോൾ രാധാമണി ഇവരിങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. മഹാദേവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊട്ടാച്ചാ വ്യക്തമാകുന്നില്ലല്ലോ വക്കീലേ? നമ്മുടെ അച്ഛൻ്റെ സംസാരശേഷി ഫുള്ള് പോയോ എന്നിങ്ങനെ ശങ്കർ ചോദിക്കുക. അയ്യോ എന്ന് രാധാമണി. ഇദ്ദേഹത്തിന് ഇനിയെ സംസാരിക്കാനേ പറ്റില്ലേ എന്ന് രാധാമണി. അമ്മേ, അച്ഛൻ്റെ താടിയെല്ലുകൾക്ക് നന്നായി ഫ്രാക്ചറുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്തത്. കുറച്ച് കഴിയുമ്പോൾ രാധമായി വിഷമിക്കൊന്നും വേണ്ട, ഇത് പെട്ടെന്ന് റെഡിയാവും എന്നോടെ ഗംഗ. അച്ഛനൊന്ന് നോക്കി നടന്നോടെ. അച്ഛൻ എന്താ വല്ല കുഞ്ഞുകുട്ടിയാണോ ഉരുണ്ട് പടച്ച് വീഴാൻ വേണ്ടിയിട്ട്?
ഓ എന്ത് കഷ്ടമാണ് നോക്ക് എന്ന് പറഞ്ഞു ശേഖരൻ. അതെ, നമ്മുടെ അച്ഛൻ അറിയാതെ കാല് തന്നെ വീണതൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞോടനെ കമല. അതെന്താ? ഇതെൻ്റെ പൊന്നു കമലേ, ദേ ഇദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഇവിടെ മനുഷ്യൻ്റെ മനസ്സ് തകർന്നിരിക്കുക. നീ ഒന്ന് കുറച്ചു നേരം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. പാടത്ത് പണിയും വരമ്പത്ത് കൂലിയും അമ്മ കേട്ടിട്ടില്ലേ അമ്മേ എന്ന് ചോദിച്ചു. കമലെടുത്തി, അച്ഛന് വയ്യാണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് മിണ്ടാതിരി. ഗൗരി, ഞാൻ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുതിയതായി എന്തോ പ്രാന്ത് പറയാൻ പഴിയാട്ടോ എന്ന് പറഞ്ഞു ശേഖരൻ. ഇവളോട് മിണ്ടാതിരിക്കാൻ പറ. കമലേടത്തി പറയാനുള്ളത് ഏടത്തി എന്താണേലും പറയട്ടെ. അപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു, വേണ്ട ഗൗരി, ഏട്ടത്തി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇവിടെ വെറുതെ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവും. ഏട്ടത്തിയോട് നീ ഒന്ന് മിണ്ടാതിരിക്കാൻ പറ. നീ പറഞ്ഞാൽ കമലേടത്തി കേൾക്കും. ഗൗരി, അത് പിന്നെ ഏട്ടത്തി വേണ്ട കേട്ടോ, ഏട്ടത്തി ഇപ്പോൾ തൽക്കാലം ഒന്നും പറയണ്ട, സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഗൗരി പറഞ്ഞാൽ പിന്നെ ഞാനൊന്നും മിണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കൊഴുത്തുരുമ്പ് വക്കീൽ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് മഹാദേവൻ സാറേ, താടിയലിനെ കമ്പിയിട്ടേക്കുക. ആ കമ്പി എടുക്കാണ്ട് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. ഇലക്ഷൻ ടൈമിൽ തന്നെ നമ്മുടെ മഹാദേവൻ സാറിന് ഇങ്ങനൊരു ദുർവിധി വന്നല്ലോ. എൻ്റെ ഈശ്വര, എന്താ ചെയ്യുക എൻ്റെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയെ. എന്നാലും ഇത് വല്ലാത്ത കൊട്ടും ചതിയായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ രാധാമണി. അപ്പം നേരെ ചെന്നു ശങ്കർ ഒരു മണി എടുത്തിട്ട് അച്ഛൻ്റെ കൈ കൊടുക്കുകയാണ്. അച്ഛാ, ഇത് ഐശ്വര്യമായിട്ട് പിടിച്ചേ. പണ്ടൊരു മുദ്രാവാക്യം കേട്ടിട്ടില്ലേ, തലമുറ തലമുറ കൈമാറിയെന്ന്? അതുപോലെ കേട്ടോ നമ്മുടെ മണി മുത്തശ്ശിയുടെ പാരമ്പര്യം കേൾക്കാൻ അച്ഛനുണ്ട് കേട്ടോ. നമ്മുടെ മുത്തശ്ശിയെ പോലെ അച്ഛന് പറയാനുള്ളത് ഇനി കുറച്ച് നാളത്തേക്ക് ദാ ഈ മണിയടിച്ചിങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ദാ ഇത് പിടി അച്ഛ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എൻ്റെ പൊന്നു ശങ്കറെ, അച്ഛനെ നീ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. നിനക്കൊന്ന് അടങ്ങി നിൽക്കാൻ പറ്റുമോ? അമ്മയുടെ വിഷമം കാണാൻ പറ്റുമോ? അമ്മയുടെ വിഷമം കാണുമ്പം അമ്മ കാരണം അച്ഛനെ ഈ ഗതി വന്നു എന്ന് തോന്നുന്നല്ലോ. അപ്പം കറക്റ്റ് എന്ന് പറഞ്ഞോണ്ട് കമല തുള്ളിച്ചാടുകയാണ് കേട്ടോ. അപ്പോൾ കമലയുടെ നിപ്പ് കണ്ടിട്ട്, അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അല്ല, അമ്മ എങ്ങനെ ഇങ്ങനെ ഫീലിങ്സ് അടിക്കുന്നത്? അമ്മേനിവിടെ ആരെങ്കിലും ചെയ്തോന്ന് വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം മിണ്ടുന്നില്ല. കമലയ്ക്ക് കാര്യം കൃത്യം അറിയാം. അമ്മേ, നമ്മുടെ ലൈഫിലൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടെ അതെങ്ങനെ നേരിടാൻ വേണമെങ്കിലും പഠിക്കണം. ഇത് ഗൗരി പഠിപ്പിച്ചു തന്ന പാടാട്ടോ എന്ന് പറഞ്ഞു ശങ്കർ. ഓ എൻ്റെ പൊന്നോ, ഇവളൊരുത്തി കാരണമാ ഈ മനുഷ്യനെ അറിയാതെയാണെങ്കിലും ഞാൻ ഈ പരുവത്തിലാക്കി കളഞ്ഞത്. ശങ്കര കുഞ്ഞെ, ഈ മണിയുടെ പരിപാടി കൊള്ളാട്ടോ. പ്രസംഗിക്കാൻ പോകുമ്പോഴേ മഹാദേവൻ സാറ് വെറുതെ ഇരുന്നിങ്ങനെ മണിയടിച്ചാൽ പോരെ? മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് സാറ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന എന്താണോ അത് അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ എന്നോട് പറയില്ലേ? ഒറ്റ ഏറ് വെച്ച് തരും എന്ന് പറയണം. മഹാദേവൻ സാറ് നേരിട്ട് പറയുകയാണെങ്കിൽ അത് വലിയ മണ്ടത്തരങ്ങളൊക്കെ ആയാലോ. ഇതാവുമ്പോൾ എനിക്ക് സാറിൻ്റെ മണ്ടത്തരങ്ങളെ ഡിലീറ്റ് ചെയ്ത് വർത്താനം പറയാൻ പറ്റുമല്ലോ. അച്ഛ, അത് കൊള്ളാട്ടോ, അതൊരു വെറൈറ്റി ആയിരിക്കും കേട്ടോ ഒന്നു ശേഖരൻ. ഈ സംഭവം നമ്മൾ റീലൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ താരാക്കി വെക്കാം നമ്മൾ അച്ഛനെ. യൂത്തിൻ്റെ വോട്ട് മുഴുവൻ നമ്മുടെ അച്ഛനായിരിക്കും കേട്ടോ വോട്ട് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞോണ്ടേ ശേഖരൻ. അച്ഛനെ സംഭവം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു ശങ്കർ. ഹൈ എൻ്റെ പൊന്നോ, അതൊന്നുമില്ല കേട്ടോ, ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞോണ്ടേ നമ്മുടെ കുമാരൻ വക്കീല്. കണ്ടില്ലേ മഹാദേവൻ സാർ സന്തോഷത്തോടെ മണിയടിക്കുന്നത്? അപ്പം പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ? ഓ, എന്താണെങ്കിലും ഈ നാശം പിടിച്ചവനെയൊക്കെ എങ്ങനെയാ ഞാനൊന്ന് മനസ്സിലാക്കുക എൻ്റെ ഈശ്വര. മഹാദേവൻ സാറിൻ്റെ ഈ വീഴ്ച നമുക്ക് ഇലക്ഷൻ്റെ ആയുധമാക്കണം. ഈ ഇലക്ഷന് വേണ്ടിയിട്ട് നമുക്കിത് എന്താണെങ്കിലും ഉപയോഗപ്പെടുത്താന്നേ. എതിർ പാട്ടുകാർ ഇരുട്ടടി അടിച്ചാണെന്ന് നമ്മളങ്ങോട്ട് വരുത്തി തീർക്കണം, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ സഹതാപവും. ഉഗ്രൻ ഐഡിയ. ദേവമാമ്മയുടെ തൃശ്ശൂർക്കാർക്കുള്ള ആ സഹതാപം നമുക്ക് വോട്ടാക്കി മാറ്റണം എന്നുടനെ ഗംഗയും പറഞ്ഞു. അയ്യേ, ഈ ശങ്കർ ബായുടെ അച്ഛനെ, അതും ചാരങ്ങാട്ട് മഹാദേവനെ ആൾക്കാർ ഇരുട്ടടി അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ അച്ഛന് മാത്രമല്ല കേട്ടോ, എനിക്ക് നാണക്കേടാ എന്ന് പറഞ്ഞു. അപ്പം മഹാദേവന് മഴകിലിക്കാണ്. എടാ കുട്ടി ശങ്കര, ആ നാണക്കേടെ നമ്മുടെ അച്ഛനെ നാണക്കേടൊക്കെ വന്നോട്ടടാ. നമുക്ക് കളിക്കാനുള്ള വോട്ട് കിട്ടത്തില്ലടാ, അത് മതി നമുക്ക് അല്ലേ? അപ്പം കുമാരൻ വക്കീൽ, അതെ പൊതുവേ മണ്ടത്തരവേ പറയാറുള്ളൂ, എങ്കിലും ഇപ്പം ശേഖരൻ കുഞ്ഞ് പറഞ്ഞതാണ്, അതാണ് കേട്ടോ അതിൻ്റെ ശരി കേട്ടോ.
അതോട്ടത്തെ പോയിൻ്റ് ഈ അവസ്ഥയിലുള്ള മഹാദേവൻ സാറിനെ കണ്ടിട്ട് തൃശ്ശൂരുകാർ കണ്ണീര് പൊഴിക്കണം, സെൻറ്റി അടിക്കണം. ആ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് ഓട്ടായിട്ട് പെട്ടിയിൽ വീഴണം. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും മണിയടിക്കുകയാണ് കേട്ടോ. എന്താണാവോ അച്ഛൻ പറയണത്? അപ്പോൾ ഒന്നും മനസ്സിലാവാതെ എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. ഓ, ഈ ചാരങ്ങാട്ട് മഹാദേവനെ, എടാ കുഴുത്തുരുമ്പേ, കാര്യം അത്ര ഇഷ്ടമായില്ലെങ്കിലും ദേ അച്ഛൻ ഇഷ്ടമായി എന്നുണ്ട് ശങ്കർ പറയുകയാണ് മണിയടി കേട്ടിട്ട്. അച്ഛൻ മണിയടിച്ച് പറയണേ കേട്ടില്ലേ? ഐഡിയ പൊളിച്ചു എന്നാട്ടോ അച്ഛൻ പറയണത്. ഓ, മഹാദേവനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അവർ തന്നെ തീരുമാനിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ആരതിനെയാണ്. അപ്പോൾ ആരതി കുറേ നേരമായിട്ട് മിഥുനെ വിളിക്കുകയാണ്. പക്ഷേ എങ്കിൽ ഫോൺ കിട്ടുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും കിട്ടാതെ വന്നപ്പം ഒരു മെസ്സേജ് അയക്കാം എന്ന് വിചാരിച്ചു ആൾ. അപ്പം ആകെ ഭയങ്കര ടെൻഷനിലാണ്. മിഥുൻ എന്താ പറ്റി എന്നറിയില്ലല്ലോ. എന്നിട്ട് പിന്നെയും മാറി മാറി വിളിച്ചു നോക്കി. എവിടെ ഒരു രക്ഷയില്ല. ഷോ, ഇതെന്ത് പറ്റി മിഥുന്? മിഥുൻ മനഃപൂർവ്വം എൻ്റെ കോള് കട്ട് ചെയ്യുന്നതാണോ, അതോ ഇനി എന്തെങ്കിലും തിരക്കായിട്ടായിരിക്കുമോ? അപ്പോൾ മെസ്സേജ് എടുത്തിട്ട്, അതെ മിഥുൻ, ഒരുപാട് തവണ ഞാൻ മിഥുനെ വിളിച്ചു, കോള് കട്ടായി പോവാ. അത് മിഥുൻ കട്ട് ചെയ്യുന്നതാണോ അതോ കട്ടായി പോകുന്നതാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കണ്ട് സംസാരിക്കണമെന്നുണ്ട്. ഫ്രീ ആവുമ്പോൾ ഒന്ന് തിരിച്ച് വിളിക്കുമോ പ്ലീസ് എന്ന് പറഞ്ഞ് ഫോണിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ഇത് നന്ദിനിയമ്മ കേട്ടോണ്ടാണ് കേട്ടോ നന്ദിനിയമ്മ അങ്ങോട്ടേക്ക് പറഞ്ഞത്. ആരതി എന്ന് വിളിച്ചു. അപ്പോൾ ആൾ പെട്ടെന്ന് ഫോൺ മാറ്റിപ്പിടിച്ചു. ആരതി, നീ എന്നെ ഒളിക്കാനും മറയ്ക്കാനും ഒന്നും നോക്കണ്ട കേട്ടോ. സാരമില്ല മോളെ, മിനി വിഷമിക്കൊന്നും വേണ്ട. മിനി നിന്നെ തിരിച്ച് വിളിച്ചോളും. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അതാണ് നീ വിളിച്ചിട്ട് എടുക്കാതിരുന്നത്. അല്ലമ്മേ, മനഃപൂർവ്വം എന്നെ മിഥുൻ കോൾ എടുക്കാത്തതാണെന്നാണ് എനിക്ക് തോന്നണത്. ഇന്ന് ഞാൻ പലതവണ വിളിച്ചു, ഇന്നും വിളിച്ചു. പക്ഷേ ബിസിയാണ്, പിന്നെ വിളിക്കാം എന്നെങ്കിലും ഒരു മെസ്സേജെങ്കിലും വരണ്ടേ. ഇതതുമില്ല. മിഥുൻ എന്നെ അവോയ്ഡ് ചെയ്യുക, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെയൊന്നും അല്ല മോളെ. നീ വെറുതെ ആവശ്യമില്ലാത്ത ഒന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ നീ പോയി കിടന്ന് ഉറങ്ങ്. ഇത് ആവശ്യമില്ലാത്ത കാര്യമൊന്നും അല്ലമ്മേ. ആദ്യം എന്താണെന്ന് വെച്ചാൽ മിഥുനെ എനിക്ക് നഷ്ടപ്പെട്ടു, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ഇപ്പം ചേച്ചിക്ക് ഭയങ്കര സന്തോഷവും സമാധാനമായി കാണും അല്ലേ? ആരതി, മിഥുൻ നിന്നെ തിരിച്ച് വിളിക്കും, നീയൊന്ന് സമാധാനപ്പെട്. ഇല്ല, ഇനി എന്നെ മിഥുൻ വിളിക്കില്ല. ഗൗരി ചേച്ചി ആഗ്രഹിച്ചതും ഇത് തന്നെയൊക്കെ ആയിരിക്കുമല്ലോ. എന്തായാലും എന്നെ ഒരു ഡോക്ടർ കല്യാണം കഴിക്കുന്നതും എൻ്റെ ലൈഫ് ചേഞ്ച് ആവുന്നെന്ന് അറിഞ്ഞപ്പം എൻ്റെ സ്വന്തം ചേച്ചിക്ക് തന്നെ എന്നോട് അസൂയയും ദേഷ്യവും ഒക്കെ തോന്നിയല്ലോ അല്ലേമ്മേ. ആരതി, ദേ ഗൗരിയെക്കുറിച്ച് നീ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. നമ്മുടെ ഗൗരി അങ്ങനെ ഒരാളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതാ നമ്മുടെ വീടിൻ്റെ പ്രത്യേകത. ചേച്ചി എന്ത് തെറ്റ് ചെയ്താലും ചേച്ചി ന്യായീകരിക്കാനും നന്മ മരവാക്കാനും ഇവിടെ ആളുണ്ട്. ആരതി, ന്യായീകരിച്ചതല്ല കേട്ടോ. അമ്മ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇനി അമ്മ അച്ഛനോടി എന്താ പറയാൻ പോണമെന്ന് ഇനിയിപ്പം ഞാൻ പറഞ്ഞു തരാം. ഗൗരി മോക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഈ കല്യാണാലോചന നമുക്ക് വേണ്ട എന്നല്ലേ പറയാൻ പോണത്. അങ്ങനെ ആരാ അമ്മയോട് പറഞ്ഞത്? നിനക്ക് ഇഷ്ടപ്പെട്ടയാളെ നീ വിവാഹം കഴിക്കും. അമ്മേ, എൻ്റെ ഇഷ്ടങ്ങളെ നിങ്ങളാരും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് ഒരാഹാരം പോലും ആരും എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് പോലുമില്ല. ചേച്ചിക്ക് പഠിക്കാൻ കൊണ്ടാക്കുന്നു, തിരിച്ചു വിളിച്ചു വരുന്നു. അച്ഛനോ ചേട്ടനോ ആയിരിക്കും. ഞാൻ നടന്നു പോയിക്കോണം, ആരും എന്നെ വിളിച്ചുകൊണ്ട് വരാനും ഇല്ല. ഇങ്ങനെ ചെറുതും വലുതുമായ ഓരോ കാര്യവും ഞാൻ ഈ അവഗണനയെ നേരിട്ടിട്ടുണ്ട്. മോളെ, നീ ഇതൊക്കെ എന്നിങ്ങനെ ഓർത്തു വച്ചിരിക്കുമെന്നൊന്നും അമ്മയ്ക്കറിയില്ലായിരുന്നു. ഇതൊക്കെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ സാധാരണ സംഭവങ്ങൾ മാത്രമല്ലേ. അമ്മയ്ക്കത് സാധാരണ സംഭവങ്ങളായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് അനുഭവിച്ചത് ഞാൻ തന്നെയാണല്ലോ. എനിക്കിതൊന്നും സാധാരണ സംഭവങ്ങളെ അല്ല എന്ന് പറഞ്ഞു. പിന്നെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം, മിഥുനെ എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും ഞാൻ ചേച്ചിയോട് ക്ഷമിക്കില്ല കേട്ടോ. പിന്നെ എൻ്റെ പ്രതികാരം എന്താണെന്ന് അറിയും. ഒരാളെയും ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതാരാണെങ്കിലും അവരോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആരതി അങ്ങ് പോയി. അപ്പോൾ നന്ദിനിയമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഏതാണ്ട് കഞ്ഞിയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ രാധാമണി. ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും നിൽപ്പുണ്ട് കേട്ടോ. കമലയും ബാക്കി എല്ലാവരോടും നിൽക്കുകയാണ്. അപ്പോൾ കഴിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേനും എന്തോ മഹാദേവൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നുമില്ല ആർക്കും. ഇതെന്താ സംഭവം എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നൊക്കെ വെക്കുന്നുമുണ്ട്.
അപ്പം മണി മുത്തശ്ശി ആ കൂടെ മണി ഇങ്ങനെ കിലുക്കാണ് കേട്ടോ. ഇതിപ്പോൾ പൊളിച്ചല്ലോ, എന്താണെങ്കിലും കൊള്ളാം, ഏതോ മാതാ തതോ പുത്ര എന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ. അമ്മയെപ്പോലെ തന്നെയാ മോനും, കൊള്ളാം എന്ന് പറഞ്ഞ് ശങ്കർ ചിരിക്കുകയാണ്. അടിപൊളി കേട്ടോ, ഇങ്ങനെ നമ്മുടെ വീട്ടിൽ കൂട്ടമണിയാവൂലോ. അമ്മേ ഇപ്പം മണി അടിച്ചിട്ട് അച്ഛൻ എന്താ അമ്മേ പറഞ്ഞത് എന്ന് ചോദിച്ചു ശങ്കർ. അയ്യോ അതോ, അതിന് പ്രത്യേകിച്ചൊന്നും ഇല്ല മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി അവിടെ നിൽപ്പുണ്ട്. ഗൗരി ഒന്നും മിണ്ടണില്ല കേട്ടോ. നിങ്ങൾ കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കഞ്ഞി തട്ടി മാറ്റുകയാണ് ആൾ. വേറെ എന്തോ ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ രേവമാമ എന്തോ കാര്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് ഗംഗ പറഞ്ഞു. ആ ശരിയാട്ടോ എന്നുടനെ. അല്ല എന്തു പറയാനാ, പ്രത്യേകിച്ച് മോക്കം അടിച്ച് വീണതല്ലേ മോളെ, കഴുത്തിന് വേദന ഉണ്ടെന്ന് പറയുന്നതായിരിക്കും എന്നുടനെ രാധാമണി. അതും അല്ലെന്നും മനസ്സിലായി. അല്ലേ മണ്ടം വേദനയുണ്ടെന്ന് അച്ഛൻ മണിയിലേക്ക് പറഞ്ഞേട്ടോ എന്ന് പറഞ്ഞു ശേഖരൻ. അപ്പം മണി എടുത്തെറിയാൻ തുടങ്ങുകയാണ്. എടോ ചേട്ടച്ചാരെ, ഇപ്പം മണി കൊണ്ട് തൻ്റെ തലയ്ക്കൊരെണ്ണം കിട്ടിയേനെ. അച്ഛൻ വേറെ എന്തുട്ടാട്ടോ പറയണത്. അപ്പം പിന്നെയും പറയുകയാണിങ്ങനെ. ശംഖു പറഞ്ഞത് കറക്റ്റാണെന്നാണ് തോന്നുന്നത്. ദേവമാമ മറ്റെന്തോ കാര്യമാണ് പറയണത്. ഗൗരി, നമ്മുടെ മണിമുത്തശ്ശിയുടെ അംഗഭാഷി ഏറ്റവും നന്നായിട്ട് വഴങ്ങണത് നിനക്കല്ലേ? നീ പറ, അച്ഛനിപ്പോൾ ഈ ഫീൽഡിൽ പുതിയ അഡ്മിഷൻ അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ്റെ ആംഗ്യഭാഷ എന്തൊട്ടാണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് പറ്റും. നീ ഒന്ന് നോക്കിയ ഗൗരി എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗരി കുറച്ചു നേരം നോക്കി നിന്നിട്ട്, അതെ അച്ഛൻ പറയണത് എന്താ ഗൗരി എന്ന് ചോദിച്ചു. നിനക്ക് മനസ്സിലായോ? അപ്പോൾ ഗൗരി കുറച്ചു നേരം നിന്നു. അവൾക്ക് തേങ്ങ മനസ്സിലായി. ഒന്ന് പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് ശേഖരനും. അപ്പം കമല ശേഖരേട്ടാ എന്ന് വിളിച്ചു. എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് വേഗം ശേഖരൻ മിണ്ടുന്നില്ല. പിന്നെ മിണ്ടാട്ടോ ഇല്ല. അപ്പോൾ വേഗം ഗൗരി പറയണം. ഗൗരി, ദേവമാമ എന്താ ഈ പറയണത് എന്ന് ചോദിച്ചു. അച്ഛൻ വീണത് എണ്ണയിൽ ചവിട്ടിയാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എണ്ണയിൽ ചവിട്ടിയോ എന്ന് ചോദിച്ചു. അതെങ്ങനെയാ, എണ്ണയിൽ ചവിട്ടി സ്ലിപ്പായിരുന്നോ? അപ്പം ശരിയാണെന്ന് പറഞ്ഞിങ്ങനെ തലയാട്ടി കാണിച്ചു. അപ്പം മുത്തശ്ശി മണി അലക്കിയപ്പം മണി മാറ്റി വെച്ചു കേട്ടോ. അതെങ്ങനെയാ ശരിയാകുക? അതെന്നാ അച്ഛൻ വീണ്ടും പറയുന്നത്. അതിന് അവിടെ ആരെ എണ്ണ ഒഴിച്ചിട്ടതാവോ എന്ന് ഇങ്ങനെ. അപ്പോൾ രാധാമണിയും അവരുണ്ടവരും ഇങ്ങനെ പരിങ്ങി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് അപ്പോൾ വേഗം തന്നെ നമ്മുടെ കമല അവിടെ നിൽപ്പുണ്ടല്ലോ. കമലയ്ക്കറിയാം സത്യം. എടാ ശങ്കരേ, നിനക്കെന്താ ഇതൊക്കെ അച്ഛൻ്റെ വെറും തോന്നലായിരിക്കും എന്നുടനെ രാധാമണി നിനക്കിട്ട് ഒരെണ്ണം തരുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മഹാദേവൻ കൈ ഓങ്ങുക. അറിയാണ്ട് ആരുടെയും കയ്യിൽ നിന്ന് കുറച്ച് എണ്ണ വീണിട്ടുണ്ടാവോ? അതെ, അങ്ങനെ സംഭവിച്ചായിരിക്കുമെന്ന് പറഞ്ഞ ഉടനെ ജോലിക്കാരി അങ്ങോട്ടേക്ക് എത്തി. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അവിടെ എണ്ണ ഒഴിച്ച് അച്ഛനെ വീഴ്ത്തിയത് മറ്റാരുമല്ല, ദാ ഇവളാ എന്ന് പറഞ്ഞു ഉടനെ കമല. അപ്പം ഇവളോ എന്ന് ചോദിച്ചു. ഇവളെന്തിനാ അങ്ങനെ ചെയ്തത്? കമലടുത്ത് എന്താ ഈ പറയണത്? ഇവരെന്തിനാ അങ്ങനെ ചെയ്യണം? അമ്മ പറഞ്ഞിട്ട്. അപ്പം പിന്നെ പിടി വീണു മനസ്സിലായി. അപ്പോൾ രണ്ടുപേരും നിൽക്കുകയാണ്. മഹാദേവൻ ഇങ്ങനെ നോക്കി. അയ്യോ കമലടുത്തി എന്താ ഈ പറയണത് എന്ന് ചോദിച്ച ഉടനെ ഗംഗ, സത്യസന്ധമായ കാര്യമാണോ ഈ പറയണത്? കമല ഇനി അടുത്തായിട്ട് സത്യം മാത്രമേ പറയാറുള്ളൂ. അമ്മയോ? എന്താ കമലടുത്ത് ഈ പറയണത് എന്ന് ശങ്കർ ഇങ്ങനെ ചോദിക്കുകയാണ്. അതെ, അമ്മ തന്നെയാ എന്ന് പറഞ്ഞു. സത്യം പറ, നിങ്ങളോട് ചോദിച്ച കേട്ടില്ലേ, എന്താ സംഭവിച്ചതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവരും ഉണ്ടാവും നിൽക്കുകയാണ് കേട്ടോ. അപ്പം വേഗം തന്നെ ശങ്കറും ഒക്കെ മാറി ചോദിച്ചു. അപ്പോൾ ഗൗരിയും ചോദിച്ചോ, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു കേട്ടോ. അയ്യോ ഈ കമല കുഞ്ഞെ വെറുതെ എന്തോ പിച്ചും പേയും പറയണതാ, സുഖമില്ലാത്തത് കൊണ്ട് വിളിച്ചു പറയുന്ന എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനൊന്നും ചെയ്തിട്ടില്ല. കമല ഒന്നും നോക്കിയില്ല, നേരെ അവിടെ ഇരുന്ന കത്തി എടുത്ത് ഇവരുടെ കഴുത്തിനങ്ങ് വെച്ചു. എന്നിട്ട് സത്യം പറയടി എന്ന് പറഞ്ഞു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.